ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനമാണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വെൽക്കം ടു കിഡ്സ് മലയാളം. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? ഉത്തരം മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ടിൽ. മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിബായി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര്? റോബർട്ട് ക്ലൈവ്. ഇന്ത്യയുടെ ദേശീയ മൃഗത്തെ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? 1972. ഏത് ഉടമ്പടി പ്രകാരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെച്ചത്? ഗാന്ധി ഇർവിൻ ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസെ മക്ഡൊണാൾഡ്. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അരവിന്ദ ഘോഷ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രശേഖർ ആസാദ്. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരാണ്? VD സവർക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് ആര്? പ്രേം ബിഹാരി റൈസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? 15 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? 3. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് മാഡിസൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏതു വർഷം? 1934. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മെക്കാളെ പ്രഭു. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? 1789. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആരാണ്? അംബേദ്കർ.
ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? സാൻ മരീനോ. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേര് എന്താണ്? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ബനാന റിപ്പബ്ലിക് എന്ന പദം രൂപപ്പെടുത്തിയത് ആരാണ്? ഒ ഹെൻറി. എന്താണ് ബനാന റിപ്പബ്ലിക്? വളരെ പരിമിതമായ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള സമ്പദ്ഘടന ഉള്ളതും രാഷ്ട്രീയമായി അസ്ഥിരവുമായ രാജ്യങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് ബനാന റിപ്പബ്ലിക്. ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ തടവിലിടാനുമുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് നിയമമനുസരിച്ചാണ്? റൗലറ്റ് ആക്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വിസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ഏതാണ്? അതിന് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. ലിൻസി പ്രജീഷ്, ആര്യ പി എസ്, ഷൻസ, അബ്ദുൽ നാഫി കെ വി, നവനീത്, അഭിനയ ശ്രീ, ഹംന ഫാത്തിമ പൂക്കാടൻ, അമൃത് സൂര്യ, അനസ് നസർ, ജുമാന, നൗഫീർ മജീദ്, ഐഷ ബിൻ മുസ്തഫ, അൻഹ ഫാത്തിമ, റബി, ആറഫ്, ഇന്ദ്രജ് നീരജ്, ഐസദ് സാബിറ, അഷ്മിക്, സാബിത്, ഹന അഫ്നസ്, അദ്നാൻ ഖാൻ, നാദിയ നസ്രിനസ്, ഹാദി ഹനാൻ, ഐഷ, ജസ, ദക്ഷ്, ശ്രേയ, അസ്ല, ആദിൽ, ഹംന, ഹാത്തിം, ഐഷ നവാസ്, മുഹമ്മദ്, സാന്ത വൈഖ, ആഗ്നേ, യൂസഫ്, ജോർജ് ടി ജി, ആത്മിക ആത്മജ്, അദീർത്ത്, ഫൗസിയ, അനിത, റഹ്സ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. തുടർന്നും വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ.